നമസ്കാരം. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സംഘർഷം അവസാനിപ്പിക്കുവാൻ ചർച്ചകൾ തുടരാനും ഇറാൻ തങ്ങളെ സമീപിച്ചതായി വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിച്ചതായും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. എന്നാൽ വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്ന കാര്യത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഹോർമൂസ് കടലിടുക്കിലുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ സംഘർഷം പുനരാരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എത്തുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇറാൻ തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തിനെതിരെ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായൊരു സൈനിക തിരിച്ചടി നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് ട്രംപിന്റെ വക വെളിപ്പെടുത്തൽ. ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണം നടത്താനാണ് താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇറാന്റെ വധഭീഷണിയുള്ളവരുടെ പട്ടികയിൽ താൻ വളരെ കാലമായി 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്നാൽ നിലവിൽ ഉടനടി വധശ്രമം ഉണ്ടാകുമെന്ന തരത്തിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ട് നാളുകൾ ഏറെയായി. അങ്ങനെയുള്ള ഒരു രാജ്യത്തെയാണ് നമ്മൾ നേരിടുന്നത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്തു ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. ഇറാന്റെ വധശ്രമ ഗൂഢാലോചനയെക്കുറിച്ച് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറിയെന്ന റിപ്പോർട്ട് ട്രംപ് പാടെ തള്ളിക്കളഞ്ഞു. ഇസ്രയേൽ അത്തരം വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ട്രംപ്. താൻ ഏറെ നാളായി ഇറാന്റെ 1-ാം നമ്പർ ശത്രുവാണെന്നും ജീവിതം അങ്ങനെയാണെന്നും പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്നെ മിസ് ചെയ്യുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷവും ഇറാൻ തന്നെ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ തന്നെ വധിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞാലും അത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടാണ് തനിക്കുള്ളത്. ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നതാണ് തന്റെ നിലപാട്. 2020 ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡർ ഹാസിം സുലൈമാനിയെ വധിക്കാൻ ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവിട്ടതു മുതൽ ഇറാൻ ട്രംപിനോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതേസമയം കഴിഞ്ഞ ചൊവ്വാഴ്ച ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായാണ് നിലവിലെ പ്രകോപനങ്ങൾക്ക് കാരണം. ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് US ആരോപിച്ചു എങ്കിലും ഇറാൻ ഇത് പാടെ നിഷേധിക്കുകയായിരുന്നു. ഇതിന് മറുപടിയായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, നാവിക ആസ്തികൾ എന്നിവ ലക്ഷ്യമാക്കി അമേരിക്ക വ്യോമാക്രമണം നടത്തി. അമേരിക്കൻ ആക്രമണത്തിൽ ഇതുവരെ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തായിരുന്നു. എന്തായാലും അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കുവൈറ്റിലും ബഹ്റിനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഖത്തറിൽ വെച്ച് ആണവ പദ്ധതിയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നതിന് പിന്നാലെ പുതിയ സംഘർഷങ്ങൾ എത്തിയതും. ഏതായാലും വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ മേഖലയിൽ നയതന്ത്ര നീക്കങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.